പ്രേസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 113ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഗസ്റ്റ് സ്പീക്കറായി കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ ഷീല തോമസ് ആണ്. പ്രിയ സിസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്റർ കടന്നു വന്നത് UK നിന്നുമാണ്. ഞങ്ങളുടെ വലിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ സിസ്റ്ററെ ദൈവ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ഗോഡ് ഈസ് ലവ് പ്രയർ ഫെലോഷിപ്പ് ഈ 113ാമത്തെ ഇന്റർനാഷണൽ ഓൺലൈൻ ഫെലോഷിപ്പുമായി നിങ്ങളോടൊപ്പം ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് ദൈവം നൽകിയ ഭാഗ്യത്തെ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇതിന് ചുമതല വഹിക്കുന്ന ഡെന്നിസ് ബ്രദറും സിജി ഡെന്നിസ് സിസ്റ്ററിനോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. നേരത്തെ നല്ല വർഷിപ്പൊക്കെ ഒരു പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടി കേൾപ്പിച്ച ലീനേഷ് ബ്രദറിന് വേണ്ടിയും ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നല്ലതായിരുന്നു, അനുഗ്രഹമായിരുന്നു. നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്വാഗതം, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹം ഞാൻ അറിയിക്കുന്നു. നാട്ടിൽ നിന്നും 1-2 എൻ്റെ ഫ്രണ്ട്സും ഇതിൻ്റെ അകത്തുണ്ട്. അവരെയും ഇന്ന് കാണുവാനിടയായി. അവർ ഈ ലൈനിലുണ്ട്. എവി പാസിന് വേണ്ടിയും ദൈവനാമത്തിൽ ഞാൻ ഹല്ലേലൂയ നന്ദി അറിയിക്കുന്നു. ഇത്രയോ നല്ലൊരു കണക്ഷൻ കർത്താവ് തന്നുവല്ലോ. ഈ മീറ്റിംഗ് ഇപ്പം സഹോദരൻ പ്രാർത്ഥിച്ച വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു, ബാപ്റ്റൈസ് യുവർ മൗത്ത് എന്നുള്ള വേർഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനിരിക്കുന്നതിൻ്റെയും അതിൻ്റെ ഒരു അടിസ്ഥാനം അത് തന്നെയാണ്. അപ്പം ഹോളി സ്പിരിറ്റിന്റെ നല്ലൊരു കണക്ഷൻ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം നൽകുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. കാരണം പറയാനിരുന്നതാണ് ഇന്ന് ആ ദേവദാസിന്റെ വളർന്നത്. എൻ്റെ ഉള്ളം ഒത്തിരി സന്തോഷിച്ചു. ബിക്കോസ് ഇതൊക്കെയാണ് നമുക്ക് ഒരു അടയാളം ദൈവം നൽകുന്നത്. ദ കണക്ഷൻ ഇസ് നോട്ട് ഈസി, ഡിവൈൻ കണക്ഷൻ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സിസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ്. UK വന്നിട്ട് ഇന്നേക്ക് ഈ ജൂൺ മാസം കടന്നുപോയ ജൂൺ മാസം ആകുമ്പോൾ 35 വർഷമായി UK പട്ടണത്തിലാണ്. സിസ്റ്റർ 3 പറഞ്ഞുള്ളൂ. എനിക്ക് 4 മക്കളാണ്, 3 ആൺകുഞ്ഞുങ്ങളും 1 മകളുമാണ്. ഇന്നേക്ക് 8 വർഷം മുമ്പേ ആണ് ഈ ഒരു മിനിസ്ട്രി സഭ രൂപീകരിപ്പാൻ ദൈവം സഹായിച്ചു. IPCയോട് ചേർന്നാണ് ഞങ്ങൾ നിൽക്കുന്നത്. എബി പാസ്റ്ററാണ് അതിൻ്റെ ശുശ്രൂഷയിലൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ആ സഭയുടെ ചുമതലകൾ വഹിക്കുന്നത്. സോ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഒരിക്കൽ കൂടി വാഴ്ത്തുകയാണ്. ഒന്നും നമ്മുടെ ഇഷ്ടമല്ല, ദൈവം നമ്മളെ മുന്നമേ കണ്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വേദിക്കായി ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നെ വിളിച്ചതിന് ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു വചനം എനിക്ക് വേണ്ടി ഒന്ന് വായിച്ച് സഹായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 12-ാം അധ്യായത്തിൽ 1-2 വാക്യം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 and 2. ഒന്ന് വായിച്ച് സഹായിച്ചു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. ഈ വാക്യത്തില് നമ്മൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ നമുക്ക് 2 കാര്യങ്ങളോടെ പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടല്ല, പിന്നെ അത് കഴിഞ്ഞ് മനസ്സ് രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ വഴി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് ജീവിച്ചാൽ നമ്മൾക്ക് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവസാനം വായിച്ച 2-3 വാക്യങ്ങൾ ചേർന്ന് പറയുവാണെങ്കിൽ, യുവർ ലൈഫ് വിൽ ബി പ്രോസ്പെറസ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ 2 മാർഗങ്ങളെ നമുക്കിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ലോകത്തോട് അനുരൂപപ്പെട്ടല്ല, മനസ്സ് രൂപാന്തരപ്പെടണം. ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച ഒരു തീം. ഇവിടെ ഒരു ശുശ്രൂഷയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അനേക കാര്യങ്ങൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ, വളരെ ദുഃഖത്തോടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പല വേദികളിൽ പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്തുവിന്റെ വിളിയെ തിരിച്ചറിയാതെ, ക്രിസ്തുവിൽ ഞാൻ ആരെന്ന് തിരിച്ചറിയാത്ത അനേക ജീവിതങ്ങളെയാണ് ഇന്ന് നമ്മൾ സഭകളിൽ കാണുന്നത്.
നിങ്ങൾ എന്നോട് അത് എഗ്രി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിൽ നമുക്കൊരു പ്രീ കൺസെപ്റ്റ് മൈൻഡോട് കൂടെയാണ് ഈ യേശുവിനെ നമ്മൾ സ്വീകരിച്ചത്. ക്രിസ്തുവിന്റെ മാർഗം നമ്മൾ നമ്മൾ ആ ഒരു യാത്രയിൽ നമ്മൾ തിരിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ, ആ യാത്രയെ ഞാൻ പിന്തുടരുവാൻ വിചാരിച്ച ആ നിമിഷം മുതൽ എന്നിൽ വരേണ്ട ചില കാര്യങ്ങളുണ്ട്, എന്നിൽ രൂപാന്തരപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച്, അതായത് എൻ്റെ പഴയ മാർഗങ്ങളെ മുഴുവനും ഞാൻ ഉപേക്ഷിച്ച് കർത്താവിന്റെ വഴിയിൽ ഞാൻ നടക്കുവാൻ തീരുമാനിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണമായി ഒരു രൂപാന്തരം ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങാൻ എനിക്ക് പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഇത് നടക്കാത്ത കാലത്തോളം നമുക്ക് ഈ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തില്ല. ഈ വിളി ദൈവം എന്തിനാ നമുക്ക് വേണ്ടി ഈ മാർഗം എന്തിനാ തുറന്നു തന്നെന്നുള്ളതിന്റെ ഒരു ഉറപ്പ് നമുക്ക് കാണത്തില്ല. നമ്മൾ എങ്ങും ഇല്ലാത്ത ഒരു സ്റ്റേറ്റസിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അയ്യം വിളിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പല പ്രശ്നങ്ങളുടെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്രിസ്തുവിനെ അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടുമാണ്, ദൈവത്തിന്റെ മാർഗം എന്തെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്, കർത്താവിന്റെ വഴി എന്തെന്ന് മനസ്സിലാക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് ജീവിതം ഭാരമായി നമുക്ക് മാറിപ്പോകുന്നത്. ഇവിടെ പറയുന്ന പ്രധാനമായ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ലോകകരമായ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചാൽ, ഈ ലോകം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകം നമ്മളെ ഒരിക്കലും നല്ല ഒരു ശുഭയാത്രയിൽ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കത്തില്ല. അത് ഒരു നാളും നമുക്കൊരു സ്വാതന്ത്ര്യമായ ഒരു സമാധാനം അനുഭവിക്കുവാൻ ഈ ലോകം നമ്മളെ അനുവദിക്കുന്നില്ല. പിന്നെ വരുന്നത് എന്തുവാ, നമുക്ക് വെച്ചിരിക്കുന്ന ആ നിത്യതയുടെ വാതിലുകളെ ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ ഈ ലോകത്തിന് നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ തൃപ്തിയില്ലാത്ത ഒരു ജീവിതത്തിന്റെ മാർഗമായിരിക്കും ലോകത്തിന്റെ യാത്രയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ. പക്ഷെ അതും മറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ഇഷ്ടം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ, എന്നെ വിളിച്ച വിളി എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ, എനിക്ക് വച്ചിരിക്കുന്ന ദൈവിക സമാധാനം, യേശു കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകയാത്രയിൽ വിജയകരമായി മുമ്പോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ദൈവിക അനുഗ്രഹം തന്നെയാണെന്നുള്ളതാണ് യേശുവിന്റെ വാക്കുകൾ നമുക്ക് പറയുവാണ്. സോ ദൈവത്തിന്റെ മാർഗം ഞാൻ സ്വീകരിക്കുമ്പോൾ, എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ദുഷ്ടവ്യാപാരത്തിൽ നിന്നും എൻ്റെ മേലിരിക്കുന്ന നുകത്തെ അവൻ ഒടിച്ച് കർത്താവിൽ ഞാൻ സ്വതന്ത്രമായി എൻ്റെ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹമേറിയ ഒരു ജീവിത യാത്രയിൽ എന്നെ ജയോത്സവമായി കൊണ്ടുപോകാം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾക്ക് പറയുന്നത്. അപ്പോൾ ആ ഒരു മാർഗം എന്ന് ഞാൻ തിരിച്ചറിയുന്നുവോ, അന്നായിരിക്കും എനിക്ക് പൂർണ്ണമായ ഒരു ദൈവിക സമാധാനം അനുഭവത്തിൽ ഞാൻ അനുഭവിക്കാൻ എൻ്റെ യാത്ര ശുഭമായി തീരുന്നത്. സോ ഇത് ഇല്ലാത്ത കാലത്തോളം നമുക്ക് എന്നും ദുഃഖമാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ കർത്താവിൽ വന്നതിന് ശേഷം നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവം എന്നാണോ ഈ വചനം പറയുന്നത്? ഇല്ല. എന്നും നമ്മളെ വഴി നടത്തും. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, അന്ത്യം വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് വാക്കരുളി ചെയ്ത ദൈവത്തിന്റെ വാക്കുകളെ ഞാൻ എത്രത്തോളം എൻ്റെ മനസ്സിൽ ഞാൻ അതിനെ രജിസ്റ്റർ ചെയ്യുന്നു? വെറും വാ കൊണ്ട് പറയുന്നതാണോ, അതോ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈ ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഞാൻ നടക്കാൻ, അല്ലെങ്കിൽ എൻ്റെ യേശു എനിക്ക് പറഞ്ഞ ഒരു മാർഗമുണ്ട്, എന്തു വന്നാലും ഞാൻ ആ കാലുകളെ, ആ പാദത്തെ മുറുകെ പിടിക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? സോ ഈ ട്രാൻസ്ഫർമേഷൻ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും സംഭവിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ചില അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങളെ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഉടനെ മുഖം വാടിയവരായി, അല്ലെങ്കിൽ വല്ല പ്രവാചകന്മാരെ തേടി ഓടുന്ന ഒരു കൂട്ടം ജനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ സമൂഹത്തോട് എനിക്ക് പറയുവാനിരിക്കുന്നത് അതാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഹല്ലേലൂയ, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ജയം നൽകുന്ന ഒരു ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ഏത് രീതിയിലുള്ള മനസ്സാണ് ഇന്ന് നമ്മളായിരിക്കുന്നതെന്നുള്ള ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഒന്ന് ഓർത്തോണം, ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരു ചെറിയൊരു ഉദാഹരണം പറയണമെങ്കിൽ, എൻ്റെ ഒരു താക്കോൽ കളഞ്ഞുപോയി. ഞാൻ വീട് മുഴുവനും ഈ താക്കോൽ തപ്പുകയാണ്. തപ്പുന്ന നേരം കൊണ്ട് നോക്കേണ്ട വെക്കാത്ത സ്ഥലത്തെല്ലാം ഞാൻ ഓടി തിരിഞ്ഞ് ഇങ്ങനെ തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. താക്കോൽ കാണുന്നില്ല. കുറെ ഈ
തേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഓൾറെഡി ഒരു മൈൻഡ് സെറ്റില്, ഓ ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ താക്കോല് കളഞ്ഞു പോയാ, അതിൻ്റെ അകത്ത് ലോക്കറിന്റെ കീ ഇരിക്കുന്നു, ഇനി ഞാൻ ബാങ്കിനോട് എന്തോ പറയും, അല്ലെങ്കിൽ പുറയിലത്തെ താക്കോലിന്റെ കഥവിന് ഞാൻ ഇനി എന്ത് ചെയ്യും, ഓ ഇനി വല്ലം ഗോൾഡ് സ്മിത്തിനെ വിളിക്കണം, അല്ലെങ്കിൽ ഈ താക്കോൽ ഇനി ഈ പൂട്ടൊക്കെ തള്ളി പൊട്ടിക്കണമല്ലോ. ഇങ്ങനെ ഉള്ള ഒരു ബാറ്റിൽ എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. ഓർത്തുകൊള്ളണം, ഞാൻ ഓൾറെഡി അത് കിട്ടുന്നത് വരെ ഞാൻ തേടാനല്ല, ഓൾറെഡി എൻ്റെ മനസ്സിൽ ഞാൻ ഇത് ചിന്തിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ഞാൻ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു. എൻ്റെ മനസ്സിനെ ഞാൻ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിയുമ്പോഴായിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ പിള്ളേരോ ആരെങ്കിലും വന്ന് പറയണം, എന്തോ അമ്മ തപ്പുന്നേ. ഞാൻ പറഞ്ഞു, മാമനെ ഈ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ മേശപ്പുറത്തിരിക്കുന്ന കാണാൻ വയ്യ മമ്മിക്ക് എന്ന് പറയും. സോ എടുത്ത് കയ്യിൽ തരുമ്പോഴത്തേക്കിന് അന്നേരമാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ ഇവിടെ നോക്കാൻ വിട്ടുപോയി. സോ ഈ നേരം കൊണ്ട് ഈ മനസ്സിൽ ഉണ്ടായ ആ ഒരു ബാറ്റിൽ ഫീൽഡിനെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൽ ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പ്രത്യാശയുടെ ആ ഒരു യാത്രയിൽ കടന്നു പോകാൻ കഴിയാതെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു 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 ദുഷ്ടശക്തിയാണ് നമ്മുടെ മനസ്സിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം വെച്ചാൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ, സംഖ്യാപുസ്തകത്തില് 13-ാം അധ്യായത്തില് 33-ാമത്തെ ഒരു വാക്യം വായിക്കാമോ? സംഖ്യാപുസ്തകം 13:33 വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു തരാം. Numbers chapter 13:33. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. സോ ഇത് നോക്കുമ്പം ഇവിടെ നമുക്ക് ഇത് അറിയാവുന്ന ഒരു ചരിത്രമാണ്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇവിടെ ഓൾറെഡി എന്തുവാന്ന് വെച്ചാൽ, ആ പട്ടണത്തെ എന്തുവാ ചെന്ന് ആ എരികോ പട്ടണം അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് സ്പൈ ചെയ്ത് വരാനായിട്ട് ഇവർ 12 പേരെ അയക്കുകയാണ്. അയക്കുമ്പോൾ ഇവർ എന്തുവാ ചെയ്യുന്നത്, ചെന്ന് 40 ദിവസം കഴിഞ്ഞ് അവർ പല കാര്യങ്ങളെയൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വന്ന് അവിടെ എന്തൊക്കെയാണ്, അവിടെ നല്ല വിളവുകളുണ്ടോ, അവിടെ പട്ടണം എങ്ങനെയാണ്, അവരുടെ വീടുകൾ എങ്ങനെയാണ്, പലവിധമായ കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്ത് മോശ അവർ വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ ചരിത്രം വായിക്കുന്നത്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. പോയിട്ട് വരുമ്പോൾ ഇവര് ചെന്ന കാര്യങ്ങളെല്ലാം കണ്ടു, അത്യാവശ്യമായ ചില കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുവാണ് ഇവർക്ക് കാണിക്കാൻ. ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ കണ്ടതെന്നും, എന്തൊക്കെയാ കൊണ്ടുവന്നേ, മുന്തിരിയുടെ വലിയ മുന്തിരിക്കൊലയെല്ലാം കൊണ്ടുവന്ന് ഇവരെ കാണിക്കുമ്പോൾ ഇതേ സമയത്ത് അവിടെ പിറുപിറുപ്പും പോയ കുറെ എണ്ണത്തിന്റെ തലയിൽ ഓൾറെഡി ഒരു രജിസ്റ്റേർഡ് മൈൻഡ് ഉണ്ട്. കാരണം അവര് വിട്ടേച്ച് വന്ന ആ പാരമ്പര്യം, അതായത് ഈജിപ്തിൽ നിന്നും ഇവരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർ ഒരു അടിമത്തത്തിലായിരുന്നു. അവരുടെ മനസ്സിൽ ചില കൺസെപ്റ്റ് ഉണ്ട്. അതിനെ വിട്ട് മുമ്പോട്ട് വരുവാൻ അവർ തയ്യാറല്ലാത്ത ഒരു കൂട്ടമാണ്. തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് മുഴുവനും നെഗറ്റിവിറ്റി പറയുന്നത്. അയ്യോ അവിടെ അനാക്യരുണ്ട്, അവിടെ മല്ലന്മാരുണ്ട്, ഒരു കാരണവശാലും നമുക്ക് അവിടെ കടന്നു പോകാൻ പറ്റത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ ഇടയിൽ നിന്നും ഒരു ലീഡറിനെ തെരഞ്ഞെടുത്ത് നമുക്ക് അങ്ങ് മടങ്ങി പോകാം, ഇതൊന്നും വില പോകത്തില്ല, ഇതിന്റെ പിന്നിലൊന്നും നമുക്ക് കഷ്ടപ്പെടാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങ് പോകാം എന്ന് താഴോട്ടുള്ള ചരിത്രം മുഴുവനും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാകും, ഇവർ ഏതൊരു മനോഭാവത്തിൽ കൂടെയാണ് ഇവര് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇസ്രായേൽ ജനത്തിനെ ദൈവം കൊണ്ട് തിരിച്ചു വന്നപ്പോൾ, അതായത് അവരെ പുറപ്പാട് നമ്മൾ വായിച്ചു വരുമ്പോൾ, അവരെ ആ അടിമത്തത്തിൽ നിന്നും കൊണ്ടുവന്ന സമയത്ത് അവർ ആ വനാന്തരത്തിൽ കൂടെ നടന്നപ്പോൾ അവിടെ ഒരു നിഴലോ ഒന്നുമില്ല. വനാന്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഭയങ്കര ഒരു ഹീറ്റും വെയിലും ഭയങ്കരമായ ചൂടേറിയ ഭയങ്കര ഒരു കഠിനമായ ഒരു യാത്രയിൽ കൂടെ അവർ കടന്നു വന്നപ്പോൾ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കർത്താവ് അവരെ വഴി നടത്തിയ ദൈവം അസാധാരണമായ രീതിയിൽ അവരെ കൊണ്ടുവന്നു എന്ന് ചരിത്രം നമ്മളെ അറിയിക്കുന്നു. പക്ഷെ ഇത് ഇത്രയും അനുഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പാലും തേനും ഒഴുകുന്ന ഒരു കാനാൻ ദേശം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഇത്രയും വലിയൊരു വാഗ്ദത്തം പ്രോമിസ് ചെയ്തപ്പോൾ അവരുടെ മനസ്സ് മുഴുവനും എവിടെയാണ്? ആ പഴയ ചിന്തയിൽ അവർ അടങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലാണ് അവർ പ്രശംസിക്കുന്നത്. അവിടെ അവർ പറയുവാണ്, കർത്താവേ ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട, ഞങ്ങളെ അങ്ങ് വിട്ടേറെ. ആ രീതിയിലാണ് അവർ ദൈവത്തോട് അല്ലെങ്കിൽ ആ ലീഡറിനോട് അവർ മള്ളടിക്കുന്നത്. എന്താണെന്നറിയാമോ? അവർ ആ ഒരു
ഒരു സെറ്റ് മൈൻഡിലാണ് അവർ ഇരിക്കുന്നത്. അപ്പം അതിൽ വന്ന് രണ്ട് വ്യക്തികൾ പറയുകയാണ്, കാലേബും ജോഷുവയും പറയുകയാണ്, ഇല്ല, നമ്മളെ കൊണ്ടുവന്ന ദൈവം വലിയവനാണ്, അവൻ നമ്മളെ കൊണ്ടുപോകും, നമുക്ക് തീർച്ചയായിട്ടും ആ പ്രോമിസ് ലാൻഡിൽ ദൈവം നമ്മളെ കൊണ്ടുപോകും, ആ ഗോഡ് ഇസ് ഗ്രേറ്റർ എന്ന് പറയുന്ന ആ ചരിത്രം മൊത്തം നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്. ഈ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ലോകത്തിലും ക്രിസ്തുവിനെ സ്വീകരിച്ച് ഈ സ്നാന ശുശ്രൂഷയൊക്കെ ഏറ്റെടുത്ത് ഈ മാർഗത്തിൽ ഞാൻ നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ പഴയതായ യാതൊന്നിനെയും ഞാൻ ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല. ദൈവം നമ്മളെ വിളിച്ചത് ഈ ഇപ്പോഴും ആ പഴയ ചേറ്റിൽ കിടക്കാനല്ല, പഴയ ചിന്തയിൽ കിടക്കാനല്ല. മനസ്സ് മാറ്റണം, മനസ്സിൽ പുതുക്കമുണ്ടാകണം. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത ദേശത്ത് അക്കരെ കാഹളം ധ്വലിക്കുമ്പോൾ എൻ്റെ അപ്പന്റെ മുൻപിൽ ഞാൻ കാണപ്പെടും, എനിക്ക് വച്ചിരിക്കുന്ന നിത്യത എനിക്ക് വലുതാണ് എന്ന് ആ ഒരു ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യുന്ന എത്ര ദൈവമക്കളുണ്ട് നമ്മുടെ ഇടയിൽ. വെറുതെ വന്ന് ഞായറാഴ്ച ക്രിസ്ത്യാനികളായി വന്ന് കയ്യും അടിച്ച് ഇന്ന് സഭ മുഴുവനും, വേദനയുള്ള ഒരു കാര്യം പറയട്ടെ, സഭ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് വിശ്വാസികളെ കൊണ്ടാണ്, ശിഷ്യന്മാരെ കൊണ്ടല്ല. ശിഷ്യന്മാരാണെങ്കിലുണ്ടല്ലോ, അവർ ഈ പറയുന്ന മാതിരി പിന്നിപ്പും അടിയും ബഹളവും കുറ്റം പറച്ചിലും മുൻവിധിയും ഇതൊന്നും സഭയിൽ ഉണ്ടാക്കത്തില്ല. സഭ ആക്ച്വലി ഷുഡ് ബി എ ട്രെയിനിങ് ക്യാമ്പ്, ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ടാണ് സഭ ഇന്ന് നമ്മൾ കാണേണ്ടത്. കർത്താവ് അങ്ങനെയാണ് സഭ രൂപീകരിക്കുന്നത്. ആദ്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിച്ചു വരുമ്പോൾ അപ്പോസ്തലന്മാർ അവർ ഓരോ സ്ഥലം മാറി മാറി അവർ പോയി ദേശമെങ്ങും ചെന്ന് സുവിശേഷം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ സമൂഹത്തിൽ വേദനയോട് ഞാൻ പറയട്ടെ, നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പഴയ മാർത്തമായി നമ്മുടെ സമുദായത്തിൽ എന്തൊക്കെ നടക്കുന്നു അതുപോലെ ഒരു കൂട്ടം ജനത്തെ പിടിച്ചു വെച്ച് ഇടത്തോട്ടും പോകാൻ വയ്യ, വലത്തോട്ടും പോയാൽ ഇന്ന മീറ്റിങ്ങിന് എന്തിനാ പോയി, ഇന്ന മീറ്റിംഗ് എന്താ പറയുന്നത്, സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ വീണ്ടും ഈ ചെയർ വാമേഴ്സ് ആയിട്ട് കസേരയിൽ വന്നിരുന്ന് എല്ലാ ഞായറാഴ്ചയും വന്ന് തയ്യടിയും ബഹളവും എല്ലാം ഉണ്ട്. ഞായറാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം പിന്നെയും ശൂന്യം. പ്രശ്നങ്ങൾ വരുമ്പം അയ്യോ വിളി, അയ്യോ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, ഒരു സാക്ഷ്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം ഞാൻ ഈ പറയുന്നതിന്റെ ആ അർത്ഥം. ഇന്ന് എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എനിക്കൊന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്തത്? എന്താണ് എന്റെ തടസ്സം? ഇവിടെ കർത്താവ് ഈ വചനത്തിൽ കൂടെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ മനസ്സിനെയാണ് കർത്താവ് കാണുന്നത്. ഈ മനസ്സ് രൂപാന്തരപ്പെടാത്ത കാലത്തോളം ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് യാതൊരു തരത്തിലും നമുക്ക് അതിനെ അനുഭവിപ്പാനോ അതിനെ കാണുവാനോ നമുക്ക് കഴിയത്തില്ല. ഇതാണ് ഈ നാടുകളിൽ നമുക്ക് ആവശ്യം. അല്ലാതെ ചുമ്മാ ഭൗതികമായ നന്മകളുടെ പുറകെ ഓടിപ്പോയി കിട്ടുന്ന ചില നന്മകളൊക്കെ കണ്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സർക്കിൾ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കാൻ നോക്കുക. കർത്താവ് പറയുന്നത് അതല്ല. എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളൊരു നീ എന്താ എനിക്ക് വേണ്ടി തരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ താനെ ഞാൻ സമർപ്പിക്കുമോ, എന്നെ തന്നെ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്ന ഒരു യാത്രയാണ് ക്രിസ്തീയ മാർഗം. സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ ഇൻപ ശബ്ദം കേട്ട് യാത്ര ചെയ്യുവാൻ ഒരുവൻ തയ്യാറാകുന്നുവോ അവനെയാണ് ദൈവം വിളിക്കുന്നത് എൻ്റെ നല്ല ഭക്തനെന്നും എൻ്റെ ദാസനെന്നും വിളിക്കപ്പെടുന്നത് ആ വാക്കുകളാണ്. അല്ലാതെ നമ്മൾ വെറും കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ രക്ഷകനാണ്, യേശു എൻ്റെ പരിപാലകനാണ്, യേശുവാണ് ഞാൻ ബോൺ അഗൈൻ ക്രിസ്ത്യൻ എന്നൊക്കെ ബോസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്ന് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ മാർക്ക് ചെയ്ത് പറയാം, ഒരു ഇഞ്ച് പോലും നിങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. ദൈവത്തിന്റെ പൂർണ്ണ അനുഗ്രഹം വേണമെങ്കിൽ മനസ്സ് രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ ഇഷ്ടം എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്താണെന്നുള്ള ആ ബോധ്യം ഉള്ളിൽ വേണം. പട്ടിണിയോ ദാരിദ്ര്യമോ സന്തോഷം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? നിന്നെ ഞാൻ സകലത്തിലും ഹല്ലേലൂയ നന്മയിലും നിന്നെ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നു, ഞാൻ എൻ്റെ മാർഗം, കർത്താവിന്റെ മാർഗം അവിടെ നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പ്രോസ്പെറസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യുവർ ലൈഫ് വിൽ ബി സക്സസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മാർഗം എന്താണ് കർത്താവ് പറയുന്നത്? അപ്പൊ നമ്മൾ പറയും, സിസ്റ്ററെ ഞാൻ എല്ലാ ആഴ്ചയും ചർച്ചിൽ പോവുക, ഞാൻ സ്നാനം എടുത്തു, ഇതിനപ്പുറം ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ യേശുവിനെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ പോകും. പക്ഷെ അതല്ല, നേരത്തെ ആ സഹോദരൻ പാടിയപ്പോൾ പറഞ്ഞതുപോലെ യു നീഡ് ടു ബാപ്റ്റൈസ് വിത്ത് യുവർ മൗത്ത്. ഇവിടെ എന്താണ് ആ മെത്തഡ് എന്നുള്ളത് പറയണം. ഇത് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ ഒരു വാക്യം വായിച്ചാട്ടെ. ഇതിന് ഏറ്റവും ഈസിയായ ഒരു മെത്തഡ് നമുക്ക് വചനം പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് ഞാൻ അനുഗ്രഹം പ്രാപിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ യേശുവിന്റെ മാർഗം തിരിച്ചറിയേണ്ടത്, ഹൗ വിൽ ഐ നോ ദ വിൽ ഓഫ് ഗോഡ്, അത് നമുക്ക് അറിയണമെങ്കിൽ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. കണ്ടോ എന്തോ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം നമ്മുടെ നാവ് വിട്ട് പോകരുത്. ഇറ്റ് ഷുഡ് നോട്ട് ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഡേ ആൻഡ് നൈറ്റ് യു മെഡിറ്റേറ്റ്, ഡേ ആൻഡ് നൈറ്റ് യു പ്രൊക്ലെയിം ബ്ലെസ്സിങ് ഓവർ യുവർ ലൈഫ്. ഡേ ആൻഡ് നൈറ്റ് യേശുവിനെ നമ്മൾ ആ പോസിറ്റീവായ അനുഗ്രഹങ്ങളെ നമ്മുടെ നാവ് കൊണ്ട് കർത്താവ് പറയുകയാണ്, പകൽ എന്റെ വചനം നിന്റെ നാവ് വിട്ടു പോകരുത്. ഇതിന് ഇതാണ് നമുക്ക് വേണ്ടത്. നെഗറ്റിവിറ്റി അല്ല. നെഗറ്റീവ് ജീവിതത്തിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമുക്കൊന്നും ശുഭമല്ല. നമ്മുടെ മുൻപിൽ എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഒരു ക്രിസ്തുവിന്റെ ആ രക്തത്തിൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ നാവ് കൊണ്ട് എന്നെ വിളിച്ചവൻ വലിയവനെന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ ദർശനം മാറണം. അത് കണ്ടിട്ട് അയ്യം വിളിച്ചുകൊണ്ട് വല്ലം ദൈവദാസന്മാരുടെ മുമ്പിൽ പോയിട്ട് തല താത്തു വെച്ചിട്ട് ആലോചന പറയാനും ദൂത് പറയുവാനും നടക്കുന്ന ഇന്നത്തെ വിശ്വാസികളെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതേ കർത്താവാണ് ആ ദൈവദാസനിൽ കൂടെയും പ്രവചനം അറിയിക്കുന്നത്. Why do you need a third party in there? Why do you need a third people in there? You ask God directly. ക്രിസ്തുവിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. എന്നെ ഈ നാളുകളിൽ മുഴുവനും എന്നെ ഈ സ്റ്റേജ് വരെയും എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മനുഷ്യരുടെ കൈകളിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ ചോദിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ ദൈവം എനിക്കറിയാം, എനിക്ക് വെച്ചിരിക്കുന്ന ഒരു വാതിലുണ്ട്, പ്രാർത്ഥനയുടെ ഒരു വാതിൽ. I don't need anyone's support in there because I know the one that called me. എന്നെ വിളിച്ചവൻ ആരെന്ന് ഞാൻ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ്. എനിക്ക് 10 വർഷം സകല വാതിലുകളും അടഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് 4 കുഞ്ഞുങ്ങളുമായിട്ട് നിന്നപ്പോൾ എന്നെ മാറോട് ചേർത്ത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ UK പട്ടണത്തില് ഇന്ന് അനേക പുരുഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലത്തെ ഒരു പ്രവൃത്തിയാണ് ഇന്ന് സഭയ്ക്ക് രൂപീകരണം കൊടുത്ത് ഇന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. പട്ടുപോകേണ്ട സ്ഥാനത്ത്, ഇല്ലാതാക്കി തരേണ്ട സ്ഥാനത്ത്, നീ ആരാണെന്ന് ചാലഞ്ച് ചെയ്ത സ്ഥാനമുണ്ട്, എന്നെ ആക്ഷേപിച്ച സ്ഥാനങ്ങളുണ്ട്. പക്ഷേ വിളിച്ച ദൈവം എന്നെ ഒരിക്കലും അതിലെ കൈവിടാത്ത ഒരു ദൈവം. ഞാൻ ആ മുറുകെ പിടിച്ചിരിക്കുന്ന കരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉള്ള കാലത്തോളം എന്നെ ഒരു ദുഷ്ടശക്തിക്കും തൊടുവാന് അധികാരം ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഇതാണ് അസാധാരണമായ ഒരു പ്രൊക്ലമേഷൻ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. മരണം കാർന്നോട്ടെ, എന്തു വന്നാലും ഞാൻ ഈ മാർഗത്തിൽ നിന്നും വിട്ടുമാറുവാൻ ഞാൻ തയ്യാറല്ല. യേശുവിന്റെ ശബ്ദം കേൾക്കുന്നത് വരെ ഞാൻ ഒരു വിഷയത്തിന് ഒരു തീരുമാനം എടുക്കത്തില്ല. ഇതാണ് എൻ്റെ വൈരാഗ്യമായ കാര്യം. ഞാൻ ഒരു മനുഷ്യരോടും ചെന്ന് ഞാൻ ചോദിക്കത്തില്ല. ഞാൻ മുട്ടുമടക്കും, പ്രാർത്ഥിക്കും. കർത്താവ് രാത്രി ഇടപെടും, രാത്രി എന്നോട് സംസാരിക്കും. എൻ്റെ ജയം മുഴുവനും അതാണ്. ദൈവം അടയാളപ്പെടുത്തുന്ന അനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇന്നലെ സഹോദരി എന്നെ ഇന്നലെ വിളിച്ചപ്പോൾ ഫോൺ വെച്ച് ഏതാനും 10-20 മിനിറ്റിനകം ഈ വാക്യമാണ് എൻ്റെ ഉള്ളിൽ വന്ന് മനസ്സ് രൂപാന്തരപ്പെട്ട് ഹല്ലേലൂയ, എൻ്റെ മാർഗത്തെ തിരിച്ചറിയുന്ന ജനമായി മാറട്ടെ. ഇതാണ് ഞാൻ സംസാരിക്കേണ്ടതുള്ളതെന്നുള്ള അന്നേരം എനിക്ക് കിട്ടിയ മെസ്സേജാണ്. നിങ്ങൾ ഈ മെസ്സേജ് എനിക്ക് വീണ്ടും വേറെ എവിടെയെങ്കിലും എനിക്ക് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ഞാൻ ഇതുപോലെ പല മീറ്റിങ്ങുകൾ ഞാൻ പോകുന്ന സമയത്ത് ദൈവം അന്നേരം നൽകുന്ന ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചാണ് പിന്നെ ഞാൻ അതിനുവേണ്ടി ഞാൻ ഇറങ്ങുന്നത്. അതാണ് അന്നന്ന്. ഇന്ന് ഈ ജനം ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഇത്രയും ഡിവൈസ് നിങ്ങളെ അറിയിക്കാനാണ് ദൈവം ഈ വാക്ക് തന്നത്. കാരണം ഇതേ മെസ്സേജ് എനിക്ക് വേറെ ഒരിടത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദിസ് ഇസ് ഫോർ എവ്രി വൺ ഹു ഇസ് ലിസ്ണിംഗ് ടു മീ. ഈ ഒരു മാർഗത്തിൽ മുമ്പോട്ട് പോകണമെന്ന് വെച്ചാൽ വാ കൊണ്ട് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയണം. നമ്മളുടെ അനുഗ്രഹങ്ങളെ യു നീഡ് ടു ക്ലെയിം ഇറ്റ്. നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കണം. കർത്താവേ, ആ അന്ധകാര മണ്ഡലത്തിൽ എന്നെ വീഴ്ത്തുവാൻ, എൻ്റെ കുടുംബത്തിനെതിരെ വന്നിരിക്കുന്ന എൻ്റെ ശാരീരിക എൻ്റെ അസ്വസ്ഥതയ്ക്ക് മുമ്പ് എതിരായി വന്ന് നിൽക്കുന്ന സകല ശക്തിയുടെ മേലും എൻ്റെ യേശുവിന്റെ കാൽവരി രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജയം എടുക്കുകയാണെന്ന് പറയണം. ദാറ്റ് ഈസ് ദ വിക്ടറി ഗോഡ് ഹാസ് ഗിവൻ ടു യു ആൻഡ് മീ. ദൈവത്തിന് വേണ്ടി ഇന്ന് എത്ര പേർ പോകുവാൻ, ഇന്ന് എത്ര പേര് ഇതുപോലെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും? ദിസ് ഇസ് വെയർ യു നോ വൈ എൻ്റെ മനസ്സിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്, മാത്രം പ്രാർത്ഥിക്കുന്നറിയാമോ? ഒരു മറുപടിയും ഇല്ല. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇന്ന വരെയും എൻ്റെ ഈ കർത്താവിന്റെ സാക്ഷ്യം, ഈ പുസ്തകം എൻ്റെ കൈകളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒരു നാളും എൻ്റെ ഭൗതികമായ യാതൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മുട്ടുമടക്കിയിട്ടില്ല. എൻ്റെ മക്കൾ എങ്ങനെ പഠിക്കണം, എന്ത് കരിയർ അവർ എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അവരെല്ലാം ജനിച്ചു വീണപ്പോൾ മുതൽ. കർത്താവേ, ഇവര് നിന്നിൽ കൂടെ അറിയപ്പെടുന്ന വ്യക്തികളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
ഇന്ന് 3 ആൺമക്കളും നല്ല ഉദ്യോഗസ്ഥരും നല്ല പഠനവും കഴിഞ്ഞ് അവർ വന്നു. ഞാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ മുൻപിൽ എന്നെക്കുറിച്ച് എന്റെ ദൈവം എന്ത് പദ്ധതി എന്ത് വെച്ചിരിക്കുന്നുവോ അത് നടന്നിരിക്കും. സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൽ 15ഉം 16ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, വെറും ഞാൻ ഒരു പിണ്ടാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണുകൾ എന്നെ കണ്ടു. അത് ദൈവം പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നാ പറയുന്നത്. ഹി നോസ് എവറിത്തിങ് അബൌട്ട് മീ. ഞാൻ ഒന്നുമേ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ഒരു കർത്താവ്. എന്റെ പ്രശ്നങ്ങൾക്ക് അതിൽ എനിക്ക് ഒരു ഇഞ്ചെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ എനിക്ക് കഴിയുമോ? എന്റെ ദൈവം അനുവദിക്കുന്നതാണ് എന്റെ ജീവിതം. ഈ പെയിന്, ഈ വേദനകളൊക്കെ കാണുമ്പോൾ എന്തിനാ നമ്മൾ പെടയുന്നത്? അതിനെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയണം. കർത്താവ് എന്തുകൊണ്ട് ആ വേദനകൾ അനുവദിക്കുന്നതെന്ന് അറിയാമോ? അവനെ രുചിച്ചറിയാനാണ്. ഓരോ സ്റ്റോം, ഓരോ കൊടുങ്കാറ്റിന്റെ പിന്നിലും ഒരു ജയമുണ്ടെന്നുള്ളത് ഓർത്തോണം. ഇന്ന് രാത്രി കഴിയുമ്പോൾ നാളത്തെ പുലർച്ചെ എനിക്കുള്ളതാണെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. കഷ്ടം കണ്ട് ഭയപ്പെടുവാനല്ല, കഷ്ടം കണ്ട് ഓടുവാനല്ല. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ എന്റെ ജീവിതം മുഴുവനും എനിക്ക് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം പറയേണ്ടതുണ്ട്. എന്തെന്നാണെന്നറിയാമോ? അത് എതിർത്ത് നിൽക്കുവാൻ എന്റെ ദൈവം നൽകിയ ദർശനത്തിനായി സ്തോത്രം. കാരണം എന്നെ വിളിച്ച ദൈവം സാധാരണ ഒരു വിളിയല്ല വിളിച്ചെന്നുള്ള ഉന്നത വിളിയാണ്. ഞാൻ ആരെന്ന് ഞാൻ തിരിച്ചറിയണം. ഈ ലിമിറ്റേഷൻ വരുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിൽ ആരെന്ന് ഒരു പിക്ചർ എനിക്കില്ലാത്തത് കൊണ്ടാണ്. വചനം പറയുന്നു, നിങ്ങളെ രാജിക പുരോഹിത വർഗമാക്കി കർത്താവ് നമ്മളെ ആ സ്ഥാനത്തിലാക്കി വെച്ചിരിക്കുന്ന ദൈവം. വി ഹാവ് ടു വാക്ക് ഇൻ വിക്ടറി. അല്ലാതെ ചുമ്മാ മോങ്ങിക്കൊണ്ട് ജീവിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ജയോത്സവമായി എഴുന്നേറ്റ് പ്രൊക്ലെയിം ചെയ്ത് ജീവിപ്പാനാണ്. ശത്രുവെ വിട്ടുപോ, അന്ധകാര ശക്തിയെ വിട്ടുപോ എന്ന് പറയുവാൻ ധൈര്യമുണ്ടോ നമുക്ക്? ആ ധൈര്യം വരണമെന്ന് വെച്ചാൽ ഈ വചനം വായിൽ വരണം. ഈ വചനം വായതാ പറയാൻ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, അത് നമ്മുടെ വായിൽ നിന്നും വിട്ടുമാറാൻ പാടില്ലെന്നാ പറയുന്നത്. നെഗറ്റീവ് വാക്കുകൾ വായിൽ നിന്നും വരരുത്. നിങ്ങൾ എന്നെ ചോദിച്ചാൽ ഒരു നെഗറ്റീവ് വാക്ക് എന്റെ വായിൽ നിന്നും വരാൻ ഞാൻ അനുവദിക്കത്തില്ല. എല്ലായ്പ്പോഴും ഹോളി സ്പിരിറ്റ് എന്നിൽ ക്രിയ ചെയ്യുന്നതാണ്. ഒരു വാക്യം നിങ്ങളോട് ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ ഒന്നും കൂടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 14:26. പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ വാക്യം ഞാൻ പറയുവാണ്. എങ്കിലും പിതാവ് എന്ന നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശം തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. ഈ വാക്യം എത്ര പേർക്ക് അതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ധ്യാനിച്ച് വായിച്ചാൽ അവിടെ പറയുന്നു, ഹോളി സ്പിരിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? 3 പ്രധാന കാര്യങ്ങൾക്കാണ്. നമ്മൾ വെറും അന്യഭാഷ പറഞ്ഞ് ഒതുക്കുവാനല്ല. അവൻ സകല സത്യത്തിലും വഴി നടത്തുന്ന ഒരു ആത്മാവാണ്, ഇല്ലേ? നമ്മളെ സകല സത്യത്തിലും. അതില് 3 പ്രധാന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും, അതായത് വാട്ട് എവർ ദ ടീച്ചിങ്സ് ഓഫ് ദിസ് വേർഡ്. ഈ ന്യൂ ടെസ്റ്റമെന്റിലും ഈ യേശു കർത്താവിന്റെ പൊൻവാക്കുകൾ നമുക്ക് നൽകിയിരിക്കുന്ന ടീച്ചിങ് നിങ്ങളെ വഴി നടത്തും, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഹി ഹെൽപ്സ് us to remember everything that the Lord has taught us. ഈ പുസ്തകം എന്റെ വായിൽ നിന്നും രാപ്പകൽ ഡിപ്പാർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഈ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഈ ഹോളി സ്പിരിറ്റ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണെന്ന് പറയുമോ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും ഓർമ്മിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ്. വെറും തുത്തുത്തു പറഞ്ഞുകൊണ്ട് ഈ അന്യഭാഷയുടെ ആ ഞായറാഴ്ചത്തെ ആ ഒരു ഇതിലല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യസ്ഥനാണ്. He is a great helper. He is a wonderful counselor. He is beyond speaking in tongues. He is beyond the beauty of truth. നമുക്ക് യേശു കർത്താവ് എന്തൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു? നിങ്ങൾ അന്നുള്ള വിഷമത്തിന് നിങ്ങൾ തിന്നാനും കുടിക്കുവാനും നിങ്ങൾ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ കർത്താവ് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലയോ? ഞാൻ അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും പോകത്തില്ലെന്ന് പഠിപ്പിച്ചിട്ടില്ലയോ? ഇങ്ങനെയുള്ള സത്യവചനങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മുഴുവനും എന്നെ ഓർമ്മയിൽ കൊണ്ടുവരുന്നതാണ് ഹോളി സ്പിരിറ്റ്. When I am in weak, His Spirit will give me the strength. When I am down, His Spirit will give me the grace. And I will stand up and shine like what He has called me for. ഇതാണ് നമുക്കില്ലാതെ പോയത്. ആദ്യം
ഞാൻ ആരെന്നുള്ള ഒരു ബോധം എൻ്റെ ഉള്ളിൽ വരണം. ക്രിസ്തു എന്നെ വിളിച്ചത് എന്തിനാന്നുള്ള ഒരു ബോധം ഉള്ളിൽ വരണം. ഈ മാർഗം എന്താണെന്നുള്ളൊരു ബോധം എൻ്റെ ഉള്ളിൽ വരണം. ഇത് മൊത്തം വരണം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളയാതെ ഇപ്പോഴും ആ ചേറ്റിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ സേവിക്കാൻ നോക്കുവാണെങ്കിൽ അയ്യോ കഷ്ടം. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു. ഞാൻ എപ്പോഴും മുഖത്തടിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. ഐ എം സോറി ഞാൻ നിങ്ങളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ക്രിസ്തുവിന്റെ മാർഗം പ്രോസ്പെറിറ്റി, ഈ ലോകം തരുന്ന പ്രോസ്പെറിറ്റിയിൽ നിങ്ങൾ കടന്ന് തപ്പല്ലേ. വീടും കടവും കാറും ബംഗ്ലാവും ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇതിനപ്പുറം ഒരു നിത്യത, ഇതിനപ്പുറം ഒരു ഹെവൻലി ഡിവൈൻ നമുക്കുണ്ട്, ഇതിനപ്പുറം ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. ഇവിടെ നിന്ന് അവന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പറന്നു പോകണമെങ്കിൽ, കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമായി നിൽക്കണമെങ്കിൽ യു ഹാവ് ടു ടേക്ക്, നിങ്ങളുടെ ഓരോ ജേർണിയും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. 52 ആഴ്ച ഒരു വർഷത്തിലുണ്ടെങ്കിൽ 52 ആഴ്ചത്തെ മെസ്സേജ് നമ്മൾ കേട്ടാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഈ കേൾക്കുന്ന വചനം ഉള്ളിൽ ഏറ്റെടുത്ത് എന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഞാൻ കേൾക്കുന്ന വചനം വേസ്റ്റ്. ഡോണ്ട് ഗോ സ്പെൻഡ് യുവർ ടൈം ഇൻ ദ ചർച്ച്. മറ്റുള്ളവർക്ക് ഒരു ഇടർച്ച വരുത്താതെ ആ സീറ്റിൽ പോയി കുത്തിരിക്കണ്ട, പോയി ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. കേൾക്കുന്നത് എന്തിനാ? എന്നെ പണിയുന്ന വചനങ്ങളാണ്, എന്നെ ഷേപ്പ് ചെയ്യുന്ന വചനങ്ങളാണ്. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവൻ ഒരു വെളിച്ചമായി, എന്റെ കാലിന് ദീപമായി, പ്രകാശമായി, എന്റെ പാതയ്ക്ക് പ്രകാശമായി എന്റെ ദൈവം എന്നെ യാത്ര കാണിക്കുമ്പോൾ ഞാൻ ആ വഴിയിലൊന്നുമില്ല, ഞാൻ ഈ അഴുക്കിലും പുഴുക്കിലും ഇവിടെ നിന്നോളാം. 38 വർഷം കൊലക്കടയിൽ കിടന്ന ഒരുവൻ, അവനെല്ലാം അറിയാം. യേശു ചോദിച്ചപ്പോ എല്ലാം പറയുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, ഇതിൽ ആരാദ്യം പോകുന്നുവോ, ഒരു ദൂതൻ വരും, ആ കൊലം കളക്കും. ആരാദ്യം വെള്ളത്തിൽ കൊണ്ടുപോകുന്നു അവര് സുഖമാകും. പക്ഷെ ഞാനോ അതാ ഇവിടെ ഈ ഒരു ഇരുത്ത ഇരിക്കുക. ഇന്നേക്ക് ഇത്രയും വർഷമായി ഒരു മനുഷ്യരുമില്ല എന്നെ കൊണ്ടുപോകാൻ. നീ ഇങ്ങനെ കേട്ട രീതി തന്നെ അങ്ങനെ ഇരുന്നോ? ഇന്ന് അനേകർ ആ ഒരു ഒറ്റ ഇരുത്തയിൽ ഇരിക്കുക. എല്ലാം അറിയാം അവർക്ക്. വചനം എന്തോ പറയുന്നെന്നും അറിയാം, വചനം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മാറാൻ തയ്യാറല്ല. അതങ്ങനെ ഇരുന്നോട്ടെ, കേട്ട അറിവ, വായിച്ച അറിവ. പക്ഷെ ജീവിതത്തിൽ ഞാൻ അത് പ്രയോജനപ്പെടുത്താതെ വരുമ്പോൾ ലൈഫ് ഇസ് കംപ്ലീറ്റ്ലി വേസ്റ്റ്. ഇന്ന് ഇതുപോലെ ഒരു 10 പേര് എഴുന്നേറ്റാണ്. കർത്താവിന്റെ വചനം പറയുന്ന 5 പേര് ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ വാക്ക്. 5 പേര് ഒന്ന് ധൈര്യത്തോടെ എഴുന്നേക്കും. എല്ലാം പോട്ടെ, വീടും കൂടും എല്ലാം പോട്ടെ, അങ്ങനെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ദൈവവചനം എന്തിനാണ് നമ്മളെ ഈ ചെത്തുന്നത്? നാളത്തെ ആ പ്രിപ്പറേഷന് വേണ്ടിയാ. കർത്താവിന് ഉപയോഗിക്കാനുണ്ട്, ഒരു പട്ടണത്തെ ദൈവം കാക്കാനുണ്ട്. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നു. ആരെങ്കിലും, ഞാൻ ആരെ അയക്കും? ഞാൻ ഇവിടെ ബംഗ്ലാവ് പണിതുകൊണ്ടിരുന്നാല് ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഐ എം സ്റ്റക്ക്, എന്റെ ജേർണി സ്റ്റക്കാണ്. ബംഗ്ലാവ് പണിതുകൊണ്ട് ഇവിടെ ഇരിക്കാം, താമസിക്കാതെ എന്റെ ഭൂമി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഡിജിറ്റൽ വേൾഡും എല്ലാം വന്നുകൊണ്ടിരിക്കുക, AI സിസ്റ്റം വന്നുകൊണ്ടിരിക്കുക. പതുക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, കമ്പ്യൂട്ടർ ലോകത്തിലോട്ട് ഒന്നും കൂടെ കയറിക്കൊണ്ടിരിക്കുക. എല്ലാം നല്ലത്. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ ആരാണ്ട് 1-2 പേര് വെച്ചാൽ AI സിസ്റ്റം ഉള്ള ഫ്രിഡ്ജ് പഠിച്ചൊന്ന്, AI സിസ്റ്റം ഉള്ള വാക്യൂം ക്ലീനർ പഠിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യോ, പ്രോത്സാഹിക്കുക. താമസിക്കാതെ എല്ലാം അവന്റെ അണ്ടറിൽ പോവും. അപ്പം പഠിക്കും. അയ്യോ എന്ന് പറയും, കാരണം സമയം കടന്നുപോയി. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ഒരു കൂട്ടം ജനമുണ്ടോ? അവന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിപ്പാൻ ഒരു കൂട്ടം ജനമുണ്ടോ? ഇതില്ലാതെ വരുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇഫ് യു ഡോണ്ട് നോ ഗോഡ്സ് വിൽ, then you are going to be lost in this world. നിത്യത കൈവിട്ടു പോകും. ഇത്രയും നാള് പോയതും വേസ്റ്റ്. അങ്ങോ ഇല്ല, ഇങ്ങും ഇല്ല, ലോകവും ഇല്ല, ദൈവവും ഇല്ല. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇറ്റ് ഇസ് സീരിയസ്ലി ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ഇന്നേക്ക് എനിക്ക് 57 വയസ്സുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നേ വരെ ആരോഗ്യമുള്ളവളായി നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ എന്ത് വന്നാലും, എനിക്കും പനി ഇങ്ങനെയൊന്നും വരാത്തോണ്ടെന്നല്ല, വരും. ഞാനത് എഴുന്നേൽക്കും. ഞാൻ കിടക്കുന്ന ഒരു വ്യക്തിയല്ല. എന്ത് വന്നാലും ചില സമയങ്ങളിൽ എനിക്കൊരു സമയം നമ്മുടെ ഇപ്പൊ പ്രിയ മാതാവ് പ്രാർത്ഥിച്ചതുപോലെ ഒരു സമയം എന്റെ ശരീരം മുഴുവനും തളർന്നു പോയി. ഒരു 3-4 ദിവസം എണ്ണിക്കാൻ വയ്യ, വിട്ടുമാറാത്ത പനി. നാട്ടിലെ മറി എടുത്ത് ഹോസ്പിറ്റലിൽ ഓടുന്ന ഒരു രാജ്യമല്ല ഇവിടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും മരുന്ന് കിട്ടത്തില്ല ഇവിടെ. 7 ദിവസം കഴിഞ്ഞ് 7 ദിവസം വരെ ഒന്നും ഒരു ഗുണം, ഒരു ചേഞ്ച് വന്നില്ല എങ്കിൽ മാത്രമേ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പറ്റൂ. 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശരീരത്തോട് പ്രൊക്ലെയിം ചെയ്യുക. ഞാൻ എൻ്റെ വാ കൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ഞാൻ പറഞ്ഞുകൊണ്ട്, ഐ റിവൈവ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്.
എന്റെ കാലുകൾക്ക് ശക്തി എന്റെ യേശു നൽകുന്നതിനായി സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് ഏതാനും 10-20 മിനിറ്റിനകം ഞാൻ ഉയർത്തു. എന്റെ പനിയും വിട്ടുപോയി. ഞാൻ എഴുന്നേറ്റു. ഇതാണ് ഞാൻ അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാ പറയണ, നാവ് കൊണ്ട് വിളിച്ചു പറ, അനുഗ്രഹത്തിന്റെ വാക്കുകളെ വിളിച്ചു പറ. ഈ കഷ്ടം പ്രയാസങ്ങളെ കാണുമ്പോൾ ചോർന്നു പോകരുത്, തളർന്നു പോകരുത്. ഡോണ്ട് ഗോ വിയറി. ബൈബിൾ സേസ് ഡോണ്ട് ഗോ വിയറി. യു ഹാവ് ടു പ്രൊക്ലെയിം ഗോഡ് ഈസ് ഹയർ ദാൻ ദ മെറ്റീരിയൽ ഹെൽപ്പ്. ഈ ലോകത്തിൽ കാണുന്ന ഇതെല്ലാം ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതെല്ലാം. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ ഒരു യാത്രയുണ്ട്. അതിന് നിങ്ങളും ഞാനും പോകുമോ? നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ദർ ഇസ് എ പ്രിൻസിപ്പിൾ ബൈബിൾ ടീച്ചേഴ്സ്. അതാണ് ബൈബിളിന്റെ പ്രിൻസിപ്പിൾ. അതാണ് ഇതിന്റെ അകത്ത്, ഈ പുസ്തകത്തിന്റെ ഓരോ പേജിലും കർത്താവ് പറയുവാണ്, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം പെയ്ഡാ. നമുക്കൊരു റെസിപ്റ്റ് തന്നിരിക്കുക. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുമ്പം നമുക്കൊരു റെസിപ്റ്റ് തരുന്നത് പോലെ ഈ വചനത്തിന്റെ പുസ്തകത്തിന്റെ ഓരോ താളിലും കർത്താവ് പറയുവാണ്, നിന്നെക്കുറിച്ചുള്ള എന്റെ പദ്ധതി ഞാൻ ഇവിടെ സീൽ ചെയ്ത് കഴിഞ്ഞു. നിന്നെക്കുറിച്ചുള്ള നിന്റെ ശത്രുവിന്റെ അന്ത്യം ഞാൻ ഇവിടെ സീൽ ചെയ്ത് കഴിഞ്ഞു. നിന്റെ സകല ദുഷ്ടതയും ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നിന്റെ സകല ബോണ്ടേജും ഞാൻ തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഓരോ വചനത്തിലും എനിക്ക് പ്രോമിസ് വാക്കുകളാണ് ഇതിൻ്റെ അകത്ത് അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തെ ഞാൻ പഠിക്കാൻ തയ്യാറല്ല എങ്കിൽ, ഈ മാർഗത്തിൽ ഞാൻ ജീവിക്കുവാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എന്താണ്? യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇന്ന് എനിക്ക് പറയുവാനുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിന്റെ നമുക്ക് ഉള്ളിൽ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സാണ് എല്ലാം. ഈ മനസ്സിനെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മാർഗം നമുക്ക് തെളിഞ്ഞു വരും. ക്രിസ്തു എന്തിനാണ് നമ്മളെ വിളിച്ചെന്നുള്ള ആ ഒരു ചോദ്യം ഇന്ന് നമ്മുടെ ഉള്ളിൽ എഴുന്നേൽക്കട്ടെ. നിങ്ങൾ ഇനിയും നന്നായിട്ട് ആ ഭാഗമൊക്കെ നിങ്ങൾ ഒന്നും കൂടെ വായിക്കണം. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഒരു പുതിയ ഒരു ഹോപ്പുണ്ട്. അവരെ അനുഗ്രഹത്തിൽ വിളിച്ച ദൈവമാണ്. നിങ്ങൾ എൻ്റെ വിശുദ്ധ ജനം, നിങ്ങൾ എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞതുപോലെ ആ ദിവസം സ്വർഗം നമ്മളെ വിളിക്കാൻ പോകുന്നത് എൻ്റെ നല്ല ദാസനെ, എൻ്റെ നല്ല ദാസിയെ എന്ന് വിളിക്കപ്പെടും. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ജീവിതം ഒന്ന് സീരിയസ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 77:6 എന്തോ പറഞ്ഞിരിക്കുന്നത്? ഐ വിൽ ടോക്ക് ഓഫ് ഓൾ ദൈ ഡൂയിങ്സ്. നീ എൻ്റെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകളെയും ഞാൻ ഓർക്കും കർത്താവേ. നന്ദിയും ക്രമം കെട്ട ഒരു ജനമായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഇടയിൽ കാണുന്നത്. എന്താ പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇപ്പൊ പ്രശ്നം വരുമ്പോ വീണ്ടും സീറോയിലോട്ട് കയറി നിൽക്കും. ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്നെ നടത്തിയ അതേ ദൈവമാണ് ഇന്നും. അവൻ മാറാത്തവൻ. അവൻ എന്നെന്നും നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ. അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ഒരുവനാണ്. എന്നെ നടത്തിയ ദൈവം ഇനിയും എന്നെ അനുഗ്രഹത്തിൽ നടത്തും. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ അതേ കരങ്ങൾ എന്നെ നടത്തും. അതാണ് എൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന പ്രത്യാശ. ദാറ്റ് ഈസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത്. അല്ല എങ്കിൽ നമ്മൾ ഭയം, പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഭയം കയറിക്കൂടും. പിന്നെ കടന്ന് നാട്ടുകാരെ എല്ലാം വിളിയും, അയ്യോ പ്രാർത്ഥിക്കണേ, അയ്യോ പ്രാർത്ഥിക്കണേ, അയ്യോ പ്രാർത്ഥിക്കണേ. വൈ? ഡോണ്ട് യു നോ എ ഗോഡ്? ദ ഗോഡ് ദാറ്റ് ഹെൽപ്ഡ് യു, ദ ഗോഡ് ദാറ്റ് യു സെർവ്ഡ്. പിന്നെ എന്താ, കല്ലിനെയും മണ്ണിനെയാണ് നമ്മൾ പൂജിക്കുന്നത്? ജീവനുള്ളവനെയാണ് നമ്മൾ പൂജിക്കുന്നത്. ജീവനുള്ളവനാണ് നമ്മൾ വിളിക്കുന്നത്. സോ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മാർഗം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സങ്കീർത്തനം 133:5 ഇങ്ങനെ, റിമെമ്പർ മൈ ഡേയ്സ് ഓഫ് ദി ഓൾഡ്. പറയുവാണ്, കർത്താവ് പറയുവാണ്, പഴയ നാളുകളെ നമുക്കൊന്ന് ഓർക്കാം. എന്താണെന്നറിയാമോ? ന്യൂ എന്നുള്ള ഒരു വേർഡാണ്. ന്യൂ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഇത് ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പിറുപിറുക്കണം. അന്യഭാഷ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പോകുന്ന സ്ഥലത്തും പോകുന്ന മണ്ഡലത്തിലും ചുമ്മാ കഷ്ടം വരുമ്പോൾ ദൈവത്തെ വിളിച്ചിട്ടല്ല. Every time you need to be connected with the Holy Spirit. Every moment you need to spend the presence of God in your life. ഓരോ നിമിഷം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഉച്ച, രാത്രി, പകല്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് അകത്തോട്ട് വരുമ്പോഴും, എല്ലാറ്റിലും എല്ലായ്പ്പോഴും ഈ അനുഗ്രഹം നമ്മുടെ നാവ് വിട്ട് മാറാൻ പാടില്ല. കർത്താവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും എന്താണെന്നറിയുമോ? രൂപാന്തരം ഇല്ലാതെ വരുമ്പോൾ മാനസാന്തരമില്ല. ഈ മാനസാന്തരം ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ വെളിച്ചം നമ്മളിൽ പകരാത്തത്. കഷ്ടം ഇന്നോ നീണ്ടുകൊണ്ട് പോയി എത്രയോ വർഷമായിട്ട് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു മാറ്റവും ഇല്ല. 20 വർഷം, 25 വർഷം, 30 വർഷം വിശ്വാസത്തിൽ വന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഇന്നും വിശ്വാസിയായിട്ട് വന്നിരിക്കുക. കാണുമ്പോൾ ദുഃഖം തോന്നും. ഞാൻ ഏകയായി വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. ഭർത്തമ്മ കുടുംബത്തിൽ നിന്നും ഏകയായി വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. എന്തുമാത്രം
പോര് ഞാൻ അനുഭവിച്ചു കാണുമെന്നുള്ളത് ഞാനൊന്നും നിങ്ങളോട് പറയണ്ട. പക്ഷെ എന്താണെന്നറിയുമോ, ഈ മാർഗം വിട്ട് മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് എടുത്ത തീരുമാനം ഭയങ്കര പ്രതികൂലമായി, ഭയങ്കര എതിരായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു സത്യമുണ്ട്, ഇനി ഈ മാർഗത്തിൽ നിന്ന് ഈ ക്രൂശിൽ നിന്നും എനിക്ക് വേറെ ഒരു നിഴലില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിച്ചത്. ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ഈ നിമിഷം വരെയും ബന്ധങ്ങളെല്ലാം നമ്മളെ വിട്ടു പോകും. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ബന്ധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ ബാക്കി വെച്ചാലുണ്ടല്ലോ, ബന്ധം തന്ന ദൈവത്തിന് അത് എടുക്കാനും അറിയാം. അവരെല്ലാം ഒരു ദിവസം നമ്മളെല്ലാം പരസ്പരം, നമുക്കൊക്കെ ദൈവം നമ്മുടെ നാഴിക, നമ്മുടെ സമയം എന്തുവാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ ടൈം ആകുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകും. അല്ലെങ്കിൽ ഞാൻ എന്തിനെ കൂടുതൽ സ്നേഹിക്കുന്നുവോ അത് എന്നിൽ നിന്നും അകന്നു പോകും. റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മക്കളെ അമിതമായി സ്നേഹിക്കുക, ഭാര്യയും ഭർത്താവ് അമിതമായി സ്നേഹിക്കുക, ചർച്ചക്കാരെ അധികമായി സ്നേഹിക്കുക, ഈ പണത്തിനെ അധികമായി സ്നേഹിക്കുക, ജോലിയെ അധികമായി സ്നേഹിക്കുക, പണം ഉണ്ടാക്കുന്ന ഒരു വെറിയായി ഓടുകയാണ്. ഒറ്റ മിനിറ്റ് മതി കർത്താവ് മടക്കി എല്ലാം ചുരുട്ടിക്കൂട്ടി 0 ആക്കി അവിടെ കൊണ്ടുവെക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണെന്നറിയാമോ? അവൻ നമ്മുടെ മേലുള്ള വെറുപ്പ് കൊണ്ടല്ല, നമ്മൾ ഇപ്പോഴും പിശാചിന്റെ കയ്യിലാണ്. കർത്താവിനെ രുചിച്ചറിയാത്തത് കൊണ്ടാണ്. നമ്മളെ പിന്നെ തിരിച്ചറിയണം എന്ന് വെച്ചാൽ യു നീഡ് ടു കം ബാക്ക് ടു ദാറ്റ് സെയിം മാർഗം. കർത്താവ് നമ്മൾ പറഞ്ഞതുപോലെ ഈ അനുഗ്രഹം നമുക്ക് വരണമെന്ന് വെച്ചാൽ ഈ വചനം അറിയേണ്ട രീതിയിൽ കേട്ടാൽ, ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് പറയേണ്ടതുണ്ട്. ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞല്ലോ, അത് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ എന്ത് വചനം, ഏത് ദൈവദാസന്മാരുടെ, ഇത് 113ാമത്തെ ഒരു മീറ്റിംഗ് ആണെന്ന് ഞാൻ കേട്ടു. ഈ 113ാമത്തെ മീറ്റിംഗ്, ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള ഓരോ വചനവും നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ ഇതിനെല്ലാം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം കർത്താവിന്റെ മുൻപിലുണ്ട്. ഏത് വചനമായിക്കോട്ടെ, അത് നമ്മൾ വെറും ഒരു ചെവിയിൽ കേട്ടിട്ട് വേറെ ഒരു ചെവിയിൽ കൂടെ കളയുവാനല്ല, അത് എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് കഴിയണം. അവിടെയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കാൻ പറ്റുന്നത്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അവസാനത്തെ ഭാഗം ഇതാണ്. സ്വതന്ത്രമായി കർത്താവ് വിളിച്ച ആ ഫ്രീഡമില് ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കൊരു ഉടമ്പടി എൻ്റെ ദൈവമായിട്ട് എടുക്കേണ്ടതുണ്ട്. കർത്താവെ, ഞാൻ ഇതുവരെയും മനസ്സിലാക്കാത്ത, ഇതുവരെ ഞാൻ കടന്നു വരാത്ത ഒരു യാത്രയായിട്ട് ഞാൻ അനുഭവപ്പെടുന്നു. എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. എന്നെ പൂർണ്ണമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഏറ്റെടുക്കാം. കർത്താവിന്റെ കൃപ അതാണ്. കുറവ് ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വ്യക്തിക്ക് ശുഭമുണ്ടാവുമെന്ന് വചനം പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരുന്നാൽ അത് വീണ്ടും വീണ്ടും നമുക്ക് അടുത്ത പാപത്തിലോട്ട്, കാരണം നമ്മൾ അത് യൂസ്ഡായി പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ ആ ഭാരം മുഴുവനും ഇറക്കി വെക്കുക. കർത്തൃമേശയുടെ സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നമ്മളെ തന്നെ ശോധന ചെയ്ത് കർത്തൃമേശയിൽ കരം നീട്ടണം എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിന്റെ മരണത്തോട് ഞാൻ ചേർന്നു, അല്ലെ? എന്നെ തന്നെ ക്രൂശിക്കുക, എന്നെ തന്നെ ശോധന ചെയ്തു അനീതിയായി വിവേചിക്കാതെ ഞാൻ കരം നീട്ടി ഈ അപ്പത്തിലും ഈ രക്തത്തിലും ഞാൻ പങ്കുചേരുമ്പോൾ അത് മനസാക്ഷി സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ അതിലോട്ട് തൊടുവാൻ. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അടുത്തൊരു വാക്യം കൂടെ അവിടെ വരും, ദിസ് ഇസ് വൈ മെനി ഓഫ് യു ആർ അസ്ലീപ്. അസ്ലീപ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? സ്പിരിച്വലി സ്ലീപ്. ആത്മീയമായി നമ്മൾ ഉറക്കത്തില്ല, കംപ്ലീറ്റ്ലി പോയി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ രോഗികളുമാകുന്നത്. കാരണം ഈ ആത്മീയ ഉറക്കം വരുമ്പോൾ എല്ലാവിധമായ രോഗങ്ങളും നമ്മളെ പിന്തുടരും. സോ അതുകൊണ്ട് ഈ വചനത്തിന് മുൻപേ നമ്മളെ സമർപ്പിച്ച് കർത്താവിന്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒന്നേ പറയാനുള്ളൂ. ഞാനൊരു സ്ത്രീയാണ്. 8 വർഷം കർത്താവിന്റെ വേലയ്ക്കായി എന്നെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന്റെ വേലയ്ക്കായി നിൽക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവവചനം വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. വിഷമങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നതാണ്, ദൈവം തരുന്നതല്ല. ചിലത് കർത്താവ് അനുവദിക്കും, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനെ കണ്ടുകൊണ്ട് ആ കണ്ണിൽ കൂടെ കർത്താവിനെ കാണല്ലേ, അതിനെ ദൂരെ മാറ്റി വെച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിന്റെ ആഴങ്ങളിൽ അവനെ രാപ്പകൽ ധ്യാനിച്ച് നമ്മൾ അനുഗ്രഹത്തോടെ പോകാം. ഈ രൂപാന്തരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. മനസ്സ് പുതുക്കം പ്രാപിച്ച് പുതിയ ഒരു വ്യക്തിയായി, പുതിയ ഒരു ചിന്തകളുമായി ദൈവം ഇന്ന് ഈ രാത്രി
നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് ഇത്രയും നല്ലൊരു അവസരം നൽകിയ ചേച്ചി സിസ്റ്ററോടും ടെനിസ് ബ്രദറിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.